ഇന്നലെ എൻഐഎ പുറത്തുവിട്ടത് PFIയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഏകദേശം 900-ലധികം പേരുടെ വിവരങ്ങളും അതിനകത്തുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് SDPI നമ്മൾ എപ്പോഴും PFIയുടെ പാർട്ടാണ് എന്ന് നമ്മൾ പറയുമ്പോഴും അത് കൃത്യമായിട്ട് ആണ് എന്നുള്ള രീതിയിലുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം SDPI നിർണായക രാഷ്ട്രീയ ശക്തിയായി മാറ്റാൻ വേണ്ടി PFI പദ്ധതി ഇട്ടെന്നാണ് ഇപ്പോൾ എൻഐയുടെ റിപ്പോർട്ടിൽ. അത് മാത്രമല്ല മറ്റു പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. എന്തൊക്കെയാണ് സാർ നടക്കുന്നത്? അതാണ് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നലെ പുറത്തു വന്നത്. ഏതാണ്ട് 1000-ഓളം പേരുടെ ഹിറ്റ് ലിസ്റ്റ്. അതിൽ ജില്ലാ ജഡ്ജിയുണ്ട്. ഇവർക്കെതിരായിട്ട് വിധി പുറപ്പെടുവിച്ച ഒരു ജില്ലാ ജഡ്ജി ആലുവ സ്വദേശിയാണ്. പേര് വെളിപ്പെടുത്തിയിട്ടില്ല. AP ശശികല ടീച്ചർ, വത്സൻ തില്ലങ്കേരി, ഇങ്ങനെയുള്ള അതായത് ഇവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്ന ആൾക്കാരുടെ ലിസ്റ്റ്. ഒരുപക്ഷെ മാധ്യമപ്രവർത്തകരും ഉണ്ടായേക്കാം, ഇനി വരുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ലിമിറ്റഡ് ആയിട്ട് ശ്രീനിവാസൻ്റെയും ആലപ്പുഴയിൽ നടന്ന കൊലപാതകത്തിൻ്റെയും ഒക്കെ പ്രതികളായിട്ടുള്ള അവരുടെ കയ്യിലുള്ള ലിസ്റ്റ് മാത്രമാണ്. ഇതുകൂടാതെയും ധാരാളം പ്രവർത്തകരുണ്ടല്ലോ. ഇപ്പോൾ ഇന്നും പുറത്തു വന്നിരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ SDPI എന്ന് പറയുന്ന ഇപ്പോഴും പ്രവർത്തിക്കുന്ന ആ സംഘടനയെ കേരളത്തിലെ അവരുടെ ഏറ്റവും വലിയ പാർട്ടിയാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത് പല തലങ്ങളിൽ. ഇതിനു വേണ്ടിയിട്ട് അവർ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവർ 3 തലങ്ങളുള്ള, അതായത് 3 വിങ്ങുകൾ എന്നാണത് NIA പറഞ്ഞിരിക്കുന്നത്, റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കോടതി കൊടുത്ത റിപ്പോർട്ടാണിത്. NIA പറഞ്ഞിരിക്കുന്നത് ഇതിനൊരു റിപ്പോർട്ടർ വിങ് ഉണ്ട്. ആ റിപ്പോർട്ടർ വിങ്ങിൻ്റെ ചുമതല എന്ന് പറഞ്ഞാൽ രഹസ്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് അതീവ രഹസ്യമായിട്ട് ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുക. ആ ഹിറ്റ് ലിസ്റ്റിൻ്റെ ഒരു ഭാഗമാണ് ഇന്നലെ NIA പുറത്തുവിട്ടത്. അതിലാണ് നമ്മൾ ഈ പേരുകൾ കണ്ട് ഞെട്ടിയത്. ഈ റിപ്പോർട്ടർ വിങ് നമ്മൾ നശിപ്പിക്കേണ്ടത്, അതായത് SDPI ഏറ്റവും വലിയ പാർട്ടിയായിട്ട് കൊണ്ടുവരുവാനും അതാണ് ഏറ്റവും പ്രധാനം, 2047 കേരളത്തെ ഒരു ഇസ്ലാമിക സംസ്ഥാനമാക്കി മാറ്റാനും നമ്മൾ ഉന്മൂലനാശനം ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ ഗില്ലറ്റിൻ ചെയ്യേണ്ട, ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കേണ്ട ആൾക്കാർ ഇന്നാരാണ് എന്നുള്ള ലിസ്റ്റ് അവരാണ് തയ്യാറാക്കിയിരിക്കുന്നത്, അവരുടെ റിപ്പോർട്ടർ വിങ്. അതായത് 2047 നമ്മുടെ ഭാരതം മുഴുവൻ ഇസ്ലാമിക് ഭരണത്തിന് കീഴിലാക്കുക. അതെ, അല്ല, ലോകം മുഴുവൻ അങ്ങനെ ആക്കുക എന്നുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. 2047 തന്നെയാണ് അവരുടെയും സമയം. 2050 അങ്ങനെയുള്ളതാണ് റിപ്പോർട്ടർ വിങ്. അപ്പോൾ വളരെ പ്രൊഫഷണലായിട്ട് ആസൂത്രണം ചെയ്തതാണിത്. കൊല്ലേണ്ടവരെ അവർ കൊന്നിരിക്കും, ആ രീതിയിലുള്ള എങ്ങനെ. അതാണ് രണ്ടാമത്തെ വിങ്ങിൻ്റെ ചുമതല. രണ്ടാമത്തെ വിങ് എന്ന് പറയുന്നത് ആം സ്ട്രിങ്ങിങ് എന്നാണ് അതിൻ്റെ പേര്. ആം സ്ട്രിങ്ങിങ് എന്നുള്ളതാണ് അതിൻ്റെ പേര്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചുമതല വളരെ വിദഗ്ധമായിട്ടുള്ള പരിശീലനം അവരുടെ കൊലയാളി കേഡറുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ആ പരിശീലനത്തിൻ്റെ ഏറ്റവും ആദ്യ ഘട്ടം എന്താണെന്നറിയാം? 4-ാം വയസ്സിലെ കുട്ടികളെ പിടിച്ചിട്ട് വിദ്യാഭ്യാസം ചെയ്യിക്കുക. എന്ത് വിദ്യാഭ്യാസം കൊടുക്കുന്നത്? മറ്റു മതങ്ങളിൽപ്പെട്ട ഒരാളെ കൊന്നു കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് പുണ്യം കിട്ടുന്നത്. അങ്ങനെ പുണ്യം കിട്ടിയാൽ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകും. അവിടെ എന്തെല്ലാം ഉണ്ട്? തേനും പാലും ഒഴുകും, ഊറികൾ, സുന്ദരിമാരവിടെ ഉണ്ടാകും. അവിടെ എല്ലാം സുഭിക്ഷമാണ്, സ്വർണം, വെള്ളി, സുന്ദരികളായ മാലാകമാർ, ഊറികൾ എന്നാണ് അവർ പറയുന്നത്. അതല്ലപ്പോഴാണ് ഇടയ്ക്ക് ശ്രീലേഖ IPS അവരുടെ ചില അനുഭവങ്ങൾ അവർ പറഞ്ഞത്. അതായത് അമ്മയും അച്ഛനൊക്കെ ഇല്ലാത്ത അനാഥരായിട്ടുള്ള കുട്ടികളെ ഇവരെ ഏറ്റെടുത്ത്, അല്ലെങ്കിൽ പഠിക്കാൻ നിവൃത്തിയില്ലാത്ത കുറച്ച് കാണാനൊക്കെ കൊള്ളാവുന്ന ആൺകുട്ടികളെ ഇവർ ദത്തെടുത്തിട്ട് അവർക്ക് വേണ്ടുന്ന MBBS ഇങ്ങനെയുള്ള പല ഇവരുടെ കോളേജുകളിൽ അഡ്മിഷൻ നൽകിക്കൊണ്ട് അവരുടെ പഠന ചെലവുകളെല്ലാം ഇവർ നിർവഹിക്കുക. അവർക്ക് ഈ ആർഭാടമായിട്ട് ജീവിക്കാനുള്ള കാര്യങ്ങൾ, ബൈക്കും വാഹനവും ഒക്കെ കൊടുത്തിട്ട് ആ കോളേജുകളിലെ ഇതര മതസ്ഥരായിട്ടുള്ള പെൺകുട്ടികളെ വല വീശി പിടിച്ചിട്ട് ഇവരെ എന്ത് ചെയ്യും? ഇവരുടെ കസ്റ്റഡിയിലാക്കി പ്രണയാഭ്യർത്ഥന നടത്തിയിട്ട് ലവ് ജിഹാദ് നടത്തുന്നത്. അത് നമുക്കറിയാം, കേരള സ്റ്റോറി. ഇതിപ്പോ ഒരിടത്തും പറഞ്ഞ പല ആൾക്കാരും, പോലീസ് ഔദ്യോഗിക തലങ്ങളിലോ പലരും അത് മൂടി വെക്കുന്ന കാര്യമാണ് ഇവർ പുറത്തു വരുന്നത്. അതെ, ഇത്തരത്തിൽ നടത്തുക. എന്നിട്ട് ആ പെൺകുട്ടിയെ ലവ് ജിഹാദിലൂടെ ഇത്തരത്തിൽ മതം മാറ്റുക, അവരെ വെച്ചുകൊണ്ട്, അവരെ ചാവേറാക്കിക്കൊണ്ട്, അല്ലെ അവരെ വെച്ചുകൊണ്ട് ഇത്തരത്തിൽ മറ്റുള്ള ഭീകര പ്രവർത്തനങ്ങളൊക്കെ നടത്തുക. എന്നിട്ട് അവരെ ഇവിടുന്ന് നാട് കടത്തുക, എന്നിട്ട് അടുത്ത ആളിനെ പിടിക്കുക. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആക്കാൻ ഇതിന് വേണ്ടുന്ന കുട്ടികളെ, കൊച്ചു കുട്ടികളെ ഇതിൽ കൊണ്ടുവന്ന്, അനാഥരായിട്ടുള്ള കുട്ടികളെ ഉൾപ്പെടെ കൊണ്ടുവന്ന് തലയിൽ വിഷം കയറ്റി വെച്ചിട്ട് മദ്രസകളിലൂടെ വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ശരി.
അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കുറേ കാലം മുമ്പ് ബൈക്കിൽ പോകുന്ന ആൾക്കാർ വാളുകൊണ്ട് നായ്ക്കളുടെ കാല് വെട്ടി. നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും ആരോഗ്യം കുറഞ്ഞ ഭാഗമെന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ ഈ ഉപ്പൂറ്റിയില്ലേ, ആ ഉപ്പൂറ്റിക്ക് മുകളിലുള്ള ആ ഭാഗം, കാല് തുടങ്ങുന്ന ഭാഗത്തുള്ള ഭാഗം, അവിടെ ഏറ്റവും ദുർബലമായതും ഏറ്റവും ഈസി ആയിട്ട് വെട്ടിക്കളയാവുന്നതുമായ ഭാഗമാണത്. ആ ഭാഗത്തിന് മസിലില്ല, എല്ലുള്ളത് വളരെ ദുർബലമാണ്, എല്ലുകൾ ചേരുന്ന ഒരു സന്ധിയാണത്, ജോയിന്റ്. അവിടമാണ് വെട്ടാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം. അങ്ങനെ നോക്കി പാവപ്പെട്ട പട്ടികൾ, തെരുവിൽ കൂടെ പോകുന്ന പട്ടികളുടെ കാലിൻ്റെ ആ ജോയിന്റിന് വെട്ടിയായിരുന്നു കുറെ കാലം അവരുടെ പരിശീലനം. അങ്ങനെ കാലും പൊക്കി നടക്കാൻ വയ്യാതെ ചുവനേരെ മുടന്തി നടക്കുന്ന ധാരാളം നായ്ക്കൾ മലപ്പുറത്ത് ആ സമയത്തുണ്ടായിരുന്നു. ബൈക്കിൽ പോകുന്ന ആൾക്കാരിങ്ങനെ വാൾ കൊണ്ട് വെട്ടുകയാണ്. അതൊരു പരിശീലനമായിരുന്നു. ആളുകളെ ഇങ്ങനെ കാല് വെട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരു ജീവിതം നയിക്കാൻ പറ്റുമോ? സജീവമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ പറ്റാത്ത രീതിയിലാക്കി അവരെ എന്താ പറയുന്നത്, വികലാംഗരാക്കി, അംഗവൈകല്യമുള്ളവരാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ചെയ്യുന്നതാണ്. പിന്നെ അവരെ കൊണ്ട് യാതൊരു വിധമായിട്ടുള്ള പ്രവർത്തനങ്ങളും നടത്താൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് അവരെ മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള പരിശീലനങ്ങളാണ്. പിന്നെ നമ്മൾ വാഗമണ്ണിൽ കണ്ടു. വാഗമണ്ണിലും പരിശീലനങ്ങളൊക്കെ നടത്തിയിരുന്നു. പാലക്കാടൻ മലനിരകളിൽ ശരീരത്തെ രീതിയിലുള്ള കോടതികൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് രഹസ്യമായിട്ട് പറയുന്നുണ്ട് പലരും. ആരും എഴുതാൻ ധൈര്യം കാണിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് അവരുടെ കോടതികൾ. അതാണല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് SDPI ഓഫീസിലെ കാറിൽ സഞ്ചരിച്ച ഒരു യുവാവിനോട് സഞ്ചരിച്ചു എന്നുള്ള പാപത്തിൻ്റെ പേരിൽ അവിടെ വിചാരണ നടത്തിയ യുവാവിനെ മർദ്ദിച്ച് നാണക്കെടുത്തി അതിൻ്റെ വീഡിയോ പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിലിട്ട് നാണക്കെടുത്തിക്കൊണ്ട് ആ പെൺകുട്ടി ഇങ്ങനെയുള്ള പീഡനങ്ങളില്ലാത്ത ഒരു ലോകത്തേക്ക് പലായനം ചെയ്തത്. അതുപോലെ തന്നെ ആ സദാചാര പോലീസ് എന്ന് പറയുന്നത് SDPIയുടെ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇനി മൂന്നാമത്തേതാണ് ഏറ്റവും പ്രധാനം. ഹിറ്റ് ലിസ്റ്റ് സർവീസ് ടീം എന്നാണ് അതിൻ്റെ പേര്. ഹിറ്റ് ലിസ്റ്റ് അല്ല, സർവീസ് ടീം. ഈ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ടീം, പരിശീലിപ്പിച്ചെടുക്കുന്ന ടീം വേറെ, അവരെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ നിന്ന് സെലക്ട് ചെയ്ത ആൾക്കാരെ സർവീസ് ടീമായിട്ട് വയ്ക്കും. ഏറ്റവും മിടുക്കരായിട്ട് പരിശീലനം പൂർത്തിയാക്കിയ ആൾക്കാരെ ഈ കൊല്ലാൻ വേണ്ടി അവരെയാണ് ഏർപ്പെടുത്തുന്നത്. കാരണം വിദഗ്ധമായിട്ട് രഹസ്യമായിട്ട് ഇത് ചെയ്യാൻ പറ്റിയ ആൾക്കാരെ, അതിൽ റാങ്ക് കിട്ടിയ ആൾക്കാർ, അതായത് ഈ ആംസ്ട്രിങ്ങിൽ റാങ്ക് കിട്ടിയ ആൾക്കാരെ തിരഞ്ഞെടുത്തിട്ട് കൊല്ലാൻ വേണ്ടി വിടും. സെലക്റ്റഡ് ആയിട്ടുള്ള ഏറ്റവും മിടുക്കന്മാരെ. ഇത് തന്നെയാണ് രഞ്ജനി IS ഓപ്പറേഷൻ. ഇങ്ങനെയാണ് IS ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കും. കഴിഞ്ഞ ദിവസം 20 പേരെ നമ്മൾ കണ്ടതാണ് സിറിയയിലെ പള്ളിയിൽ കൊന്നത്. അവർക്കും ഇതേ പരിശീലനമാണ് നടക്കുന്നത്. IS ഏറ്റവും ഏത് പട്ടാളക്കാരനെയും നേരിടാനുള്ള ശക്തിയുള്ള പരിശീലനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പം എന്നെ ഇപ്പം കുറ്റപത്രമാണ് കോടതിയിൽ സമർപ്പിക്കുന്നത്. ഇത് എത്രത്തോളം അനുകൂലമായിട്ട് NIAക്ക് വരും, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വരും, എത്രത്തോളം പ്രതികൂലമാവാൻ സാധ്യതയുണ്ട്? കോടതിയുടെ തീരുമാനം എങ്ങനെയായിരിക്കും? ഇത് കൃത്യമായ തെളിവുകളുടെ പിൻബലമുള്ള റിപ്പോർട്ടാണ്. അല്ല വെറുതെ നമ്മൾ പറയുന്നത് പോലല്ല, അടിസ്ഥാനമുള്ള റിപ്പോർട്ടാണ്. വെറും റൂമറല്ല, കിംവദന്തിയല്ല, തെളിവുകൾ വെച്ചാണ് റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കോടതിക്കും ആ നിരോധനം വേണ്ട എന്ന് പറയാൻ പറ്റുകയില്ല. അത്രയധികം ശക്തമായിട്ടുള്ള തെളിവുകൾ. അതെ, നമുക്കറിയാം SDPI നിർണായക രാഷ്ട്രീയ ശക്തിയാക്കി മാറ്റാനുള്ള ഒരു നീക്കത്തിലായിരുന്നു PFI. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കാം PFIയുടെ തന്നെ PFI ഈസ് ഈക്വൽ ടു SDPI എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അവിടെ SDPI ഇപ്പോൾ നമുക്കറിയാം രജിസ്ട്രേഡ് ആയിട്ടുള്ള ഒരു പാർട്ടി തന്നെയാണ്, ഒരു സംഘടന തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇനിയുള്ള കോടതിയുടെ തീരുമാനം അനുസരിച്ചല്ലേ ആ പാർട്ടി ഇല്ലാണ്ട് PFI നിർത്തലാക്കിയതുപോലെ SDPIയുടെ കാര്യത്തിൽ എന്തായിരിക്കും തീരുമാനം? അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് SDPIക്കെതിരെ തെളിവ് ഇപ്പോൾ വന്നിട്ടില്ല. ഇത് PFന്റെ തെളിവുകളും റിപ്പോർട്ടുമാണ്. അടുത്ത സ്റ്റേജിൽ തീർച്ചയായിട്ടും NIA SDPIയുടെ പ്രവർത്തനങ്ങൾ, SDPIക്ക് ഇതുമായിട്ടുള്ള ബന്ധങ്ങളുടെ റിപ്പോർട്ട് കൊടുക്കും. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അവർ നടപടിയെടുക്കൂ. ഈ റിപ്പോർട്ടായിരിക്കും പിന്നെ അവർ കോടതിക്ക് കൂടുതൽ റിപ്പോർട്ടുകൾ തേടിയ ശേഷം, കൂടുതൽ പഠിച്ച ശേഷം ആ തെളിവുകളും കൂടി ബന്ധിപ്പിച്ചിട്ട് കോടതിക്ക് കൊടുക്കും. ഇവരുടെ നിരോധനം സാധൂകരിക്കും. ആദ്യം നിരോധനം അത് ആഭ്യന്തര വകുപ്പിനായിരിക്കും പോകുന്നത്. ആഭ്യന്തര വകുപ്പ് അത് നിരോധിച്ചു കഴിഞ്ഞാൽ പിന്നെ കോടതിയിൽ ഈ റിപ്പോർട്ട് വളരെ സമഗ്രമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെയായിരിക്കും സംഭവിക്കുക.